എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകി തന്നിരിക്കുന്നു. ദൈവജനം പഠിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങളെ നിങ്ങൾ ആരും പാഴാക്കുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഇതിപ്പോൾ ഓൺലൈനൊക്കെയാണ് എങ്കിലും ഓൺലൈനിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിവതും ദൈവജനമൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. സൺഡേ സ്കൂളുകളൊന്നും ഇപ്പോൾ ഫിസിക്കലായിട്ടൊന്നും നടക്കുന്നില്ല, പക്ഷേ ഓൺലൈൻ സൺഡേ സ്കൂളുകൾ ഒത്തിരി ഉണ്ട്. നിങ്ങളെല്ലാം കൂടുതലായി ദൈവജനം പഠിക്കാനായിട്ട് ഇതിനെ വിനിയോഗിക്കണമെന്നും കൂടി ഈ തുടക്കത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ആരംഭിക്കുക. എല്ലാവരും കണ്ണുകളടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. അവിടുന്ന് നൽകി തരുന്ന എല്ലാ അവസരങ്ങൾക്കുമായി നന്ദി പറയുന്നു. ഈ ഓൺലൈൻ സൺഡേ സ്കൂളിലൂടെ ഞങ്ങളെ കാണുന്ന എല്ലാ കൂട്ടുകാരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മുഴുവൻ മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു പുസ്തകത്തെ പറ്റിയാണ്. എസ്രായുടെ പുസ്തകത്തെ പറ്റിയാണ്. നമ്മൾ ബുക്ക് ഓഫ് എസ്രായെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഉദ്ദേശമുണ്ട്. ദൈവജനം പരിശോധിപ്പാനും അത് അനുസരിച്ച് നടപ്പാനും അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും മനസ്സ് വയ്ക്കണം എന്നുള്ളൊരു ആഹ്വാനവും ഈ പുസ്തകത്തിലൂടെ കാണിക്കുന്നുണ്ട്. എസ്ര എന്ന പേരിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നാമത്തിൻ്റെ അർത്ഥം എന്നൊരു സഹായം എന്നൊരു പദം വരുന്നുണ്ട്. എസ്ര, നെഹമ്യ, എസ്തേർ എന്നിവ പഴയ നിയമ ചരിത്രത്തിൻ്റെ സമാപന പുസ്തകങ്ങളാണ്. അത് ബാബിലോൺ പ്രവാസത്തിൽ നിന്നും മടങ്ങി സ്വദേശത്തേക്ക് വന്ന ഒരു ചരിത്രമാണ് കാണാൻ കഴിയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ട് ഇതെല്ലാം ഒരു ചരിത്ര പുസ്തകങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങളാണ്. രൂത്ത് മുതൽ ഇങ്ങോട്ടുള്ളതെല്ലാം ഇങ്ങനെ ചരിത്രങ്ങളാണ്. ഈ പുസ്തകത്തിൽ പ്രധാനമായും കാണുവാൻ കഴിയുന്നത് ദൈവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തെപ്പറ്റി കാണുവാൻ കഴിയുന്നു. യെരുശലേം പട്ടണത്തിൻ്റെ മതിൽപ്പണിയെപ്പറ്റി കാണുവാൻ കഴിയുന്നു. യഹൂദ ജാതിയുടെ സ്വന്തം രാജ്യത്തിലുള്ള ദേശീയ ജീവിതം, അതുപോലെ ഇതിൽ വിശുദ്ധമായിട്ട് എന്ത് ചെയ്യാണ് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകങ്ങൾ ഏകദേശം 100 വർഷത്തെ ചരിത്രമാണ് നമുക്ക് നൽകി തരുന്നത്. ഇക്കാലത്ത് ഹഗ്ഗായി, സക്കറിയാവ്, മലാക്കി എന്നീ 3 പ്രവാചകന്മാരുടെ ഒരു ശുശ്രൂഷ കാലം കൂടിയായിരുന്നു ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലത്ത് 2 പ്രത്യേക ഘട്ടങ്ങളായി തിരിക്കാൻ പറ്റും. ഒന്ന് BC 536-516 വരെയുള്ള 20 വർഷം സെരുബാബേൽ എന്ന ഗവർണറും യോശുവ എന്ന പുരോഹിതനും കൂടി ദേവാലയം പണിയുന്ന ഒരു രംഗം. 2 അത് എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം, അതുപോലെ 6-ാമത്തെ വാക്യത്തിൽ അത് അധ്യായങ്ങൾ 3 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമത് ഹഗ്ഗായിയും സക്കറിയാവും ഇക്കാലത്ത് പ്രവാചകന്മാരായിരുന്നു. BC 487-432 25 വർഷത്തെ നെഹമ്യാവും എസ്രയും കൂടി യെരുശലേമിൻ്റെ മതിൽ പണിയുന്നു. ഈ ഒരു രംഗം യെരുശലേം അങ്ങനെ മതിലുള്ള പട്ടണമായി വീണ്ടും തീരുന്നു. ഈ ഒരു 2 രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു കാലഘട്ടത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പുസ്തകത്തിൻ്റെ രചനാകാലം എന്ന് പറയുന്നത്, ഈ പുസ്തകം എഴുതപ്പെട്ട കാലമെന്ന് പറയുന്നത് BC 430-400 വരെയുള്ള സമയത്താണ് ഈ ഒരു പുസ്തകം എഴുതപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിൻ്റെ ചരിത്രകാലം എന്ന് പറയുന്നത് എസ്ര, നെഹമ്യ, എസ്തേർ കാലങ്ങളിലാണ് ഇതിൻ്റെ ഒരു ചരിത്രകാലം എന്ന് പറയുന്നത്. BC 538-515 എസ്ര 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെ ആ ചരിത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സെരുബാബേലിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങി വരുമ്പം ദൈവാലയ നിർമ്മാണത്തെയും ആത്മീയ സ്ഥാപനവുമാണ് ഈ പുസ്തകത്തിലൂടെ നമ്മളെ വരച്ച് കാണിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഇരമ്യാവ് 29-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ മടക്കി വരുത്തി എന്നതാണ് പുസ്തകത്തിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. ദൈവജനങ്ങളുടെ മഹത്വം പോയെങ്കിലും ദൈവ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആത്മീയ പൈതൃകം നഷ്ടപ്പെട്ടാൽ
പെടാൻ ദൈവം അനുവദിച്ചിട്ടില്ല എന്നും നമുക്ക് ഇതിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനെ രണ്ടായിട്ട് നമുക്ക് വിഭജിച്ച് നോക്കുമ്പോൾ ഒരു കാര്യങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. ഒന്ന്, ഒന്നാം മടങ്ങിവരവ്, സെരുബാബേൽ ഗവർണറുടെയും യോശുവ പുരോഹിതൻ്റെയും നേതൃത്വത്തിലുണ്ടായിരുന്ന ഒന്നാം മടങ്ങിവരവ്. രണ്ടാമത്തേത് എസ്രാ പുരോഹിതനോട് കൂടെയുള്ള മടങ്ങിവരവ്. 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ BC 457 കാലഘട്ടങ്ങളിൽ നടന്ന കാര്യങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിന് പ്രധാനപ്പെട്ട വാക്യങ്ങൾ എന്ന് പറയുന്നത് 6-ാം അധ്യായം 21 വാക്യം മുതൽ 22 വാക്യങ്ങൾ, അതായത് 2 വാക്യങ്ങളാണ്. 6-ാം അധ്യായം 21, 22 വാക്യങ്ങളാണ് ഇതിൻ്റെ കീ വേഴ്സസ് അല്ലെങ്കിൽ താക്കോൽ വാക്യം എന്ന് പറയപ്പെടുന്നത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇതിൻ്റെ അകത്തുള്ളത് ബാബിലോൺ, യെരുശലേം. ഈ 2 സ്ഥലങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഈ അധ്യായത്തിൽ ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട വ്യക്തികൾ കോരേഷ്, സെരുബാബേൽ, ഹഗ്ഗായി, സക്കരിയാവ്, പിന്നെ ദാര്യാവേഷ്, പിന്നെ എസ്ര. ഇത്രയും പേരെയാണ് പ്രധാനമായും നമുക്ക് കാണുവാനായിട്ട് ഈ പുസ്തകത്തിലൂടെ സാധിക്കുന്നത്. പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവാലയ നിർമ്മാണത്തിൻ്റെ വിശദീകരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പുസ്തകത്തിലാണ്. ദൈവാലയത്തിൻ്റെ വിശദീകരണം ഇതിന് മുമ്പുണ്ടായിരുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എസ്രയുടെ പുസ്തകത്തിലും ഇതിൽ ആ ഒരു നിർമ്മാണത്തെ പറ്റിയുള്ള ഒരു വിശദീകരണം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ സ്ഥിതി വിവര കണക്കുകളാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇത് 15-ാമത്തെ പുസ്തകമാണ്. സത്യവേദ പുസ്തകത്തിലെ 15-ാമത്തെ പുസ്തകമാണ് എസ്രയുടെ പുസ്തകം. ഇതിൽ അധ്യായങ്ങൾ എന്ന് പറയുന്നത് 10 അധ്യായങ്ങളേ ഉള്ളൂ. വളരെ കുറച്ച് വാക്യങ്ങളേ ഉള്ളൂ. 280 വേഴ്സസ് മാത്രമേ ഇതിലുള്ളൂ. പ്രവചനങ്ങൾ ഇല്ല, ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ ഇല്ല, വാഗ്ദാനങ്ങളുമില്ല, ചോദ്യങ്ങൾ 9 എണ്ണമുണ്ട്, ആജ്ഞകൾ 43 എണ്ണമുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒരു ആകെപ്പാടെയുള്ള ഒരു ചിത്രീകരണം എന്ന് പറയുന്നത് വളരെ ചുരുക്കത്തിലാണ് എസ്രയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ എസ്രയുടെ പുസ്തകം ചെറുതാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് നൽകിത്തരുന്ന ആശയങ്ങൾ അത് വലുതാണ്. നിങ്ങൾ കൂടുതലായി ഇതിനെ വായിക്കുവാനും പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ. അത് ദൈവം ഒന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം വിശ്വസ്തമായി ചെയ്യുന്നു എന്ന് രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടിയാണിത്, എസ്രയുടെ പുസ്തകം. ഈ പുസ്തകത്തിലൂടെ നമ്മൾ വീണ് പോകുമ്പോഴും പാപത്തിലേക്ക് വീണ് പോകുമ്പോഴും അവിടെ നിന്നും നമ്മെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് കൂടുതലായി ഈ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വചനം പഠിപ്പാനായിട്ട് പിന്നെയും തരുന്ന സാവകാശങ്ങൾക്കായി സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. തിരുനാമം മഹത്വമെടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാ കൂട്ടുകാരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെയും ദൈവം എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.